കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാനം ആലപിച്ചതിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ലെന്ന് കോടതി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 19 കേസുകളുള്ള വ്യക്തിയുടെ അപേക്ഷ ദേവസ്വം ബോർഡ് എങ്ങനെ പരിഗണിച്ചുവെന്നും ചോദ്യം. കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഗാനമേളയ്ക്കിടെ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിലാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ വികാസിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനം ഉണ്ടായത്. വിപ്ലവഗാനം ആലപിച്ചത് ലാഘവത്തോടെ കാണാനാകില്ല. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ല. ഗാനമേള നടക്കുമ്പോൾ കുപ്പിയും മറ്റും ഉയർത്തി സ്റ്റേജിനു മുന്നിൽ യുവാക്കൾ നൃത്തം ചെയ്തു. ഇത്തരക്കാരെ വിശ്വാസികളെന്ന് വിളിക്കാനാകുമോ? 19 കേസുകളുള്ള വ്യക്തിയുടെ പ്രസിഡന്റാകാനുള്ള അപേക്ഷ ദേവസ്വം ബോർഡ് എങ്ങനെ പരിഗണിച്ചു എന്നിങ്ങനെയായിരുന്നു വിമർശന രൂപേണയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. പരിപാടിക്കായി പുറമേ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി അനുവദിച്ചുവെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായി. ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾക്ക് എത്ര രൂപ ചെലവഴിച്ചുവെന്നും ചോദ്യം ഉന്നയിച്ചു. ക്ഷേത്രത്തിൽ വിപ്ലവഗാനാലാപനം നടത്തിയതിൽ കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് കടക്കൽ SHO മറുപടി നൽകുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരിപാടി സ്പോൺസർഷിപ്പായിരുന്നുവെന്നത് അംഗീകരിക്കാനാകില്ല. പിരിച്ച പണം മുഴുവൻ ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിൽ എത്തണം. പരിപാടിയുടെ നോട്ടീസിന് ദേവസ്വം ബോർഡിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നുവെന്നും ഹൈക്കോടതി കണ്ടെത്തി. ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയൽ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഇടക്കാല ഉത്തരവിട്ട ഹൈക്കോടതി നിയമം മൂലം തടഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ സർക്കുലർ ഇറക്കണം. നിർദ്ദേശം ലംഘിക്കുന്ന ക്ഷേത്രോപദേശക സമിതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. ജനം, കൊച്ചി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 8ാം പ്രതി ദിലീപ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷന്റെ വാദം അവസാനിച്ചുവെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അനിവാര്യമെന്നായിരുന്നു ദിലീപിന്റെ വാദം.